ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു സ്പെഷ്യൽ മീൻ കറിയുടെ റെസിപ്പിയാണ്. കപ്പയ്ക്കും അതുപോലെ തന്നെ വൈറ്റ് റൈസിനുമൊപ്പം വളരെ നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ മറക്കാതെ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: മീൻ 1 കിലോ. ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇഞ്ചി ഒരു വലിയ കഷ്ണം നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി 12 അല്ലി നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, വറ്റൽമുളക് 3 എണ്ണം, കറിവേപ്പില 2 തണ്ട്, ഹോട്ട് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, വറുത്തു പൊടിച്ച ഉലുവ 1/2 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, കുടംപുളി 4 ചുള നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം അരമണിക്കൂർ 1/4 ഗ്ലാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. കടുക് 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം, 1 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി പൗഡർ ചേർക്കാം, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. വെള്ളം ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് വേണം മിക്സ് ആക്കാൻ. ഇപ്പം നമ്മുടെ മസാല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഫ്രൈയിങ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സാക്കാം. ഒരു 3-4 മിനിറ്റ് മീഡിയം ഹീറ്റിലിട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളുടെ ഒരു പച്ചക്കുത്തൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇതിനെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. അതുപോലെ ഒരുപാട് വെള്ളം നീണ്ടു പോകാൻ പാടില്ല. ജസ്റ്റ് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ അരച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മൺചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ചട്ടിയുടെ ചുവട്ടിൽ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ എത്തണം. കഴിയുന്നതും മൺചട്ടിയിൽ തന്നെ ഈ കറി വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം കടുക് ഇടുക. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് പൊട്ടി വരും. ഇപ്പോൾ കടുക് മുഴുവനും പൊട്ടി തീർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ അധികം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി മസാല പ്രിപ്പറേഷനിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരുപാട് ഉലുവയായാൽ കറിക്ക് കയ്പ്പ് വരും. ഇപ്പോൾ ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുക. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു ലോ ഹീറ്റിലിട്ടിട്ട് ഇതിനെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇപ്പം മസാല നന്നായിട്ട് തിളച്ച് ചുറ്റും എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് കുടംപുളി ചേർക്കാം. കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി വീണ്ടും ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ അരപ്പ് അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നതിന് ശേഷം വേണം മീൻ ഇട്ട് കൊടുക്കാൻ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ചൂരയോ നെയ്മീനോ ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഈ കറിയിലേക്ക് ഉപയോഗിക്കാം. ഇനി ഇതിനെ ഒരു തവി ഉപയോഗിച്ച് അധികം ബലം കൊടുക്കാതെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഡിപ്പ് ചെയ്തിടുക. ഇനി നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഹീറ്റിൽ ഒരു 10 മിനിറ്റ് ആദ്യമേ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റാം. ഇപ്പോൾ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാനായിട്ട് ഒരിക്കലും തവി ഉപയോഗിക്കരുത്. മീൻചട്ടി കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതിയാവും. നമ്മൾ തവി ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഫിഷ് പീസസ് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതുപോലെ ചുറ്റിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10-12 മിനിറ്റും കൂടെ ലോ ഹീറ്റിൽ ഇതുപോലെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഗ്രേവി കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. ഇപ്പോൾ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വീണ്ടും മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഫിഷ് പീസസൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രേവി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്യുക. പുളി കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഒരു പീസും കൂടെ കുടംപുളി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ ധാരാളം ചേർക്കുക. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഒരു ദിവസം വെച്ച ശേഷം പിറ്റേ ദിവസം മുതൽ ഉപയോഗിച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കഷ്ണങ്ങളിലൊക്കെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് വരും. നമുക്കിനി ഇതിനെ മൂടി വെച്ച് 1.5 മണിക്കൂർ സ്റ്റൗവിൽ തന്നെ വെച്ചിരിക്കാം. പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ ടേസ്റ്റ് നമ്മുടെ കറിയിലോട്ട് പിടിച്ച് വരാനായിട്ടാണ്. നമ്മുടെ മീൻകറി ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മീൻകറി ഉപയോഗിച്ചതിന് ശേഷം ബാലൻസ് ചൂടാക്കി ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാൽ 4-5 ദിവസത്തോളം നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. എല്ലാവരും മറക്കാതെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക്